നസ്കർ 9 ദിവസം മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു രാഹുൽ ഈശ്വറിനെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നേക്ക് 8 ദിവസം മുമ്പ് രാഹുലിനെ കോടതി ജയിലിലടച്ചു. രാഹുൽ ജയിലിലേക്ക് പോയത് ഒരുപാട് ഷോ കാണിച്ചുകൊണ്ടാണ്. പട്ടി ഷോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. രാഹുൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരുപാട് നെഞ്ചുവിരിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ഉടനടി തനിക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് വരും എന്നായിരുന്നു രാഹുലിൻ്റെ പ്രതീക്ഷ. തിങ്കളാഴ്ച തന്നെ ജാമ്യാപേക്ഷ കൊടുത്ത് രാഹുൽ ഉടൻ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ജയിലിൽ താൻ നിരാഹാരമിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. പറഞ്ഞതുപോലെ തന്നെ രാഹുൽ നിരാഹാരമിരുന്നു. റിമാൻഡ് ചെയ്ത രാഹുലിനെ തൻ്റെ വസതിയിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോഴൊക്കെ രാഹുൽ ആംഗ്യത്തിലൂടെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് നിരാഹാരത്തിൻ്റെ ഭാഗമായി രാഹുൽ ആശുപത്രിയിലെത്തിയപ്പോൾ കിടക്കയിലിരുന്നു കൊണ്ട് രാഹുൽ കാണിച്ച ആംഗ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. താൻ നിരാഹാരമാണ്, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതിനെ സോഷ്യൽ മീഡിയ പറയുന്നത് തനിക്ക് ടച്ചിങ്ങും വേണ്ട, വെള്ളവും വേണ്ട, 2 എണ്ണം തന്നാൽ മതി എന്നാണ് രാഹുൽ പറഞ്ഞത് എന്നാണ്. ഇത്തരത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട് ധാരാളം ട്രോളുകൾക്കിടയിലാണ് രാഹുലിൻ്റെ ആദ്യ ജാമ്യാപേക്ഷ തള്ളുന്നത്. വാസ്തവത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല രാഹുലിൻ്റെ ആദ്യത്തെ ജാമ്യാപേക്ഷ തള്ളുമെന്ന്. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകരിൽ ഒരാളായ ശാസ്തമംഗലം അജിത്തായിരുന്നു ജാമ്യാപേക്ഷ കൊടുത്തത്. പക്ഷേ ജാമ്യം കോടതി നിരസിച്ചു. കേസിൻ്റെ മെറിറ്റിനൊപ്പം രാഹുലിൻ്റെ പെരുമാറ്റവും കോടതിയെ പ്രകോപിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ 30 സെക്കൻഡ് തരൂ എന്ന് പറയുന്നത് പോലെ രാഹുൽ കോടതിയോട് 30 സെക്കൻഡ് ചോദിച്ചു. മാത്രമല്ല, അഭിഭാഷകൻ സംസാരിക്കുന്നതിനിടയിൽ രാഹുൽ പലവട്ടം തൻ്റെ നിയമജ്ഞാനം കോടതിയുടെ മുമ്പിൽ വിളമ്പി. അങ്ങനെ കോടതിയിൽ പുലർത്തേണ്ട അനിവാര്യമായ അച്ചടക്കമില്ലാതെ രാഹുലിന് ആദ്യം ജയിലിൽ പോവേണ്ടി വന്നു. ആദ്യ ജാമ്യാപേക്ഷ തള്ളി. ശിക്ഷിച്ചാൽ 1 വർഷം മാത്രം തടവ് കിട്ടുന്ന കുറ്റകൃത്യം ചുമത്തപ്പെട്ട രാഹുൽ ആദ്യ ജാമ്യാപേക്ഷയിൽ ജാമ്യം കിട്ടി പുറത്തു വരും എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാവാം രാഹുൽ ജയിലിൽ നിരാഹാരം പ്രഖ്യാപിച്ചത്. പക്ഷേ 8 ദിവസമായിട്ടും രാഹുലിന് ജാമ്യം കിട്ടിയില്ല. ഇന്നലെ 2ാമത്തെ ജാമ്യാപേക്ഷയും തള്ളിയപ്പോൾ രാഹുൽ നിരാഹാരം സ്വയം അവസാനിപ്പിച്ചെന്നും ജയിലധികാരികളോട് ചോദിച്ച് ദോശയും ചമ്മന്തിയും വാങ്ങിക്കഴിച്ചെന്നുമുള്ളത് പുതിയ ട്രോളായി രംഗത്ത് വന്നിട്ടുണ്ട്. ബലാത്സംഗം ചെയ്തയാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറയുമ്പോൾ ബലാത്സംഗം ചെയ്ത ആളെക്കുറിച്ച് പറഞ്ഞ രാഹുൽ ജയിലിൽ കിടക്കുന്നത് വലിയ ട്രോളുകൾക്ക് കാരണമാകുന്നു. എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ തുടർച്ചയായി ഇങ്ങനെ ജയിലിൽ കഴിയുന്നത്? ഇത്രയും ദിവസം ജയിലിൽ കിടക്കാൻ മാത്രമുള്ള കുറ്റകൃത്യം രാഹുൽ ഈശ്വർ ചെയ്തിട്ടുണ്ടോ? വളരെ സ്വാഭാവികമായൊരു ചോദ്യമാണ്. രാഹുൽ ഈശ്വർ പൊതുവെ മാന്യനായൊരു ചെറുപ്പക്കാരനാണ്. നല്ല വിദ്യാഭ്യാസമുണ്ട്, പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷെ എന്തെല്ലാം കഴിവുണ്ടെങ്കിലും ഒരു മനുഷ്യന് ഏറ്റവും അനിവാര്യമായി വേണ്ട കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ബോധം രാഹുൽ ഈശ്വറിന് ഇല്ലാതെ പോകുന്നു. എവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഓരോ അവകാശവും എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് രാഹുലിന് നിശ്ചയമില്ല. അതുകൊണ്ടാണ് രാഹുൽ ഈ വേഷം കെട്ടലുകളൊക്കെ കാട്ടിയതും കോടതിക്ക് പോലും രാഹുലിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതും. വിചിത്രമായ പെരുമാറ്റങ്ങൾ കൊണ്ടാണ് രാഹുലിന് ആദ്യം ജാമ്യം നിഷേധിക്കപ്പെട്ടതെങ്കിൽ 2ാമത് ജാമ്യം നിഷേധിക്കപ്പെട്ടത് രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ വീഴ്ചകൾ കൊണ്ടാണ്. ആദ്യ ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ രാഹുൽ മേൽക്കോടതിയായ സെഷൻസ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ നൽകുന്നു. അലക്സ് എന്നു പേരുള്ള രാഹുലിന്റെ സുഹൃത്തായ ഒരു അഭിഭാഷകനായിരുന്നു ഈ ജാമ്യ ഹർജി കൊടുത്തത്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് 2ാമത് ACJM കോടതിയിൽ മറ്റൊരു ജാമ്യ ഹർജി വേറൊരു അഭിഭാഷകൻ വഴി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ജാമ്യ ഹർജി ഉണ്ട് എന്ന് അറിഞ്ഞ് അത് പിൻവലിക്കണം എന്ന് പുതിയ അഭിഭാഷകൻ രാഹുലിന്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടിരുന്നു. പിൻവലിക്കാമെന്ന് പറഞ്ഞെങ്കിലും ആദ്യ അഭിഭാഷകൻ പിൻവലിച്ചില്ല. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ACJM കോടതി രാഹുലിനു വേണ്ടി വാദം കേട്ടു. രാഹുലിന്റെ എടുത്തുചാട്ടവും അച്ചടക്കമില്ലായ്മയും നിരാഹാര പ്രതിഷേധവും ഒക്കെ കോടതിയെ അസ്വസ്ഥപ്പെടുത്തിയെങ്കിലും വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു പാവത്താനാണ് എന്ന അഭിഭാഷകന്റെ വാദം കോടതി ചെവിക്കൊള്ളുകയായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കൊടും ക്രിമിനൽ അല്ല, അയാൾക്ക് 2 പിള്ളേരും ഒരു കുടുംബവും ഒക്കെ ഉള്ളതാണ് എന്ന അഭിഭാഷകന്റെ വാദം കേട്ട് കോടതി ഏതാണ്ട് ജാമ്യം അനുവദിക്കാം എന്ന മാനസികാവസ്ഥയിൽ എത്തിയപ്പോഴാണ് പ്രോസിക്യൂഷൻ പറയുന്നത് സമാനമായ മറ്റൊരു ജാമ്യാപേക്ഷ മേൽക്കോടതിയിലുണ്ടെന്ന്. എന്ന് വെച്ചാൽ സെഷൻസ് കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷ പിൻവലിച്ചു എന്ന് നുണ പറഞ്ഞുകൊണ്ടായിരുന്നു 2ാമത്തെ ജാമ്യാപേക്ഷ. വാസ്തവത്തിൽ അഭിഭാഷകൻ ഞെട്ടിപ്പോയി. അഭിഭാഷകനോട് പറഞ്ഞിരുന്നത് ആദ്യ ജാമ്യാപേക്ഷ പിൻവലിച്ചു എന്നാണ്. ഇതോടുകൂടി ജാമ്യം കൊടുക്കാൻ ആഗ്രഹിച്ച ACJM കോടതിക്ക് ജാമ്യം കൊടുക്കാൻ കഴിയാതായി. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ACJM കോടതി അവധിയിലാണ്. ചൊവ്വാഴ്ച ഇലക്ഷനാണ്. പിന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കണമെങ്കിൽ ബുധനാഴ്ചത്തേക്ക് മാറണം. എന്നാൽ അത്രയും ദിവസം
ജയിലിൽ കിടക്കേണ്ടത് ഒഴിവാക്കാൻ വേണ്ടി ACGM കോടതിയുടെ ചുമതലയുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് മാറ്റാൻ തീരുമാനിച്ചു. ഇന്നലെ വീണ്ടും ശക്തമായ വാദഗതികളുമായി അഭിഭാഷകൻ രംഗത്ത് വന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ ചില ചോദ്യങ്ങൾ കോടതിയെ അസ്വസ്ഥപ്പെടുത്തി. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം. അത് ശരിയാണെന്ന് കോടതിക്ക് തോന്നി. കമ്പ്യൂട്ടറിന്റെ പാസ്വേഡും മറ്റും ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. മാത്രമല്ല നിരാഹാരം ഇരുന്ന് പ്രതിഷേധിക്കുന്നു. നിരാഹാരമായതുകൊണ്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പകരം ആശുപത്രിയിലാണ്. താൻ പുറത്തു വന്നാൽ വീണ്ടും വീഡിയോ ചെയ്യും എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നു. ഇതിനേക്കാളൊക്കെ ഗൗരവമായി കോടതി കണ്ടത് ജയിലിൽ കഴിയുമ്പോഴും രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റുകൾ വരുന്നതാണ്. തീരെ അച്ചടക്കമില്ലാത്തതിന്റെ ലക്ഷണമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്ന് കോടതി തിരിച്ചറിയുന്നു. നിരാഹാരം നടത്തുന്നത് അന്വേഷണത്തെ അട്ടിമറിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാഴ്ത്താനുമാണ് എന്ന വാദം കോടതിക്ക് ശരിവെക്കേണ്ടി വരുന്നു. മാത്രമല്ല ഫോറം ഷോപ്പിംഗ് എന്ന നിലയിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഒരേ സമയം 2 ജാമ്യാപേക്ഷകൾ നൽകിയത് എന്നത് കോടതി ഗൗരവമായി എടുക്കുന്നു. ഇയാളെ പുറത്തുവിട്ടാൽ വീണ്ടും ഇയാൾ കുറ്റകൃത്യം ചെയ്തേക്കും എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ അത് ശരിയാണെന്ന് കോടതിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വരൻ ജാമ്യം കൊടുത്താൽ രാഹുൽ വീണ്ടും ഇരയെ അധിക്ഷേപിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ രാഹുൽ ഈശ്വറിന്റെ 2ാമത്തെ ജാമ്യാപേക്ഷയും തള്ളുന്നു. ഇനി രാഹുലിന്റെ മുമ്പിലുള്ള വഴി തിങ്കളാഴ്ച മേൽക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കുകയാണ്. മേൽക്കോടതി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സെഷൻസ് കോടതി കൊടുക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതി കൊടുക്കണം. സെഷൻസ് കോടതിയിൽ കൊടുക്കാതെ ഹൈക്കോടതിയിലേക്ക് കൊടുത്താൽ ഹൈക്കോടതി ചിലപ്പോൾ സ്വീകരിക്കണം എന്നുറപ്പില്ല. കാരണം സുപ്രീം കോടതി കേരള ഹൈക്കോടതിയിൽ ഒരു പ്രവണതയെ പരിഹസിച്ചിരുന്നു. താഴത്തെ തട്ടിൽ ജാമ്യാപേക്ഷ കൊടുക്കാതെ നേരെ ഹൈക്കോടതിയിലേക്ക് വരുന്ന പ്രവണത അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി നേരിട്ട് അപേക്ഷ കൊടുത്താൽ നിങ്ങൾ എന്തുകൊണ്ട് സെഷൻസ് കോടതിയിൽ കൊടുത്തില്ല എന്ന ചോദ്യം ഉയർന്നു വരും. സെഷൻസ് കോടതിയിൽ കൊടുത്താൽ സെഷൻസ് കോടതി കുറച്ച് ദിവസം കൂടി കേസ് പരിഗണിക്കാൻ എടുക്കും. അവിടെ നിന്ന് തള്ളപ്പെട്ടാൽ മാത്രമേ ഹൈക്കോടതിയിലേക്ക് പോകാൻ കഴിയൂ. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, അതായത് ബുധനാഴ്ച വരെയെങ്കിലും രാഹുൽ ഈശ്വറിന് ജയിലിൽ കഴിയേണ്ടി വരും. എന്ന് വെച്ചാൽ കോടതി ആദ്യം റിമാൻഡ് ചെയ്ത 14 ദിവസവും രാഹുൽ ഈശ്വറിന് ജയിലിൽ കഴിയേണ്ടി വരും. മാത്രമല്ല ആദ്യം കസ്റ്റഡിയിലെടുത്തപ്പോൾ വേണ്ടതുപോലെ തെളിവെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ല. കാരണം നിരാഹാരം നടത്തിയതുകൊണ്ട് ആശുപത്രിയിലായിരുന്നു. ഇനി വേണം കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്താൻ എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അതിനും സമയം കണ്ടെത്തണം. ചുരുക്കി പറഞ്ഞാൽ ആദ്യ ദിവസം തന്നെ ജാമ്യം കിട്ടി പുറത്തു വരേണ്ട രാഹുൽ ഈശ്വർ കയ്യിലിരിപ്പ് കൊണ്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. ഇനിയും എത്ര ദിവസം ജയിലിൽ കഴിയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇതിനിടയിൽ തന്റെ കക്ഷി ബുദ്ധിയില്ലാത്തവനാണ് എന്ന് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു എന്ന തരത്തിൽ ചില വാർത്തകളും അതിന്റെ അടിസ്ഥാനത്തിൽ ട്രോളുകളും പുറത്തു വരുന്നുണ്ട്. അത് വാസ്തവത്തിൽ വാസ്തവമല്ല. ജാമ്യ ഹർജിയിലോ കോടതി വിധിയിലോ ഒന്നും അത്തരമൊരു പരാമർശവുമില്ല. എന്നാൽ രാഹുൽ ഈശ്വർ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നൊരു പരാമർശം നടന്നു. എന്ന് വെച്ചാൽ പാവത്താനാണ്, ഈ നാട് നന്നാക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ഇതൊക്കെ തൻ്റെ കൈകളിലൂടെ സംഭവിക്കുമെന്ന് കരുതുന്ന ഒരു പാവത്താൻ വിഡ്ഢിയാണ് എന്ന അർത്ഥത്തിൽ വിഡ്ഢികളുടെ സ്വർഗം എന്ന അഭിഭാഷകൻ പറഞ്ഞതാണ് തൻ്റെ കക്ഷി ബുദ്ധിയില്ലാത്തവനാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ട്രോളുകൾക്ക് കാരണമാകുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു പരാമർശം അഭിഭാഷകൻ നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ സോഷ്യൽ മീഡിയയ്ക്ക് എന്തെങ്കിലും മതിയല്ലോ, അവരതുകൊണ്ട് അത് ആഘോഷമാക്കിക്കൊണ്ടിരിക്കും. രാഹുൽ ഈശ്വറിന് സംഭവിച്ചത് എന്താണെന്ന് സകലരും മനസ്സിലാക്കേണ്ടതാണ്. അല്പജ്ഞാനം അപകടമാണ് എന്നതിന് തെളിവാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ പഠിച്ച നിയമം തന്നെ രക്ഷിക്കുമെന്ന് രാഹുൽ കരുതി. എന്നാൽ പാഠപുസ്തകത്തിൽ പഠിച്ച നിയമം കൊണ്ട് രാഹുൽ ഈശ്വറിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കേവലം പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് ഒരുപാട് നടപടിക്രമങ്ങൾ കോടതികൾക്കുണ്ടെന്നും ആ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ ജാമ്യം ലഭിക്കൂ എന്നും രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയില്ല. അമിതമായ ആത്മവിശ്വാസത്തിൽ രാഹുൽ ഈശ്വർ കാട്ടിക്കൂട്ടിയതൊക്കെ വിനയായി മാറി. ജയിലിൽ നിരാഹാരം പ്രഖ്യാപിച്ചതുപോലും രാഹുലിന് ദോഷമായി മാറി. ആ നിരാഹാരം ഒടുവിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അനേകം ട്രോളുകൾക്ക് ഇരയാകേണ്ടി വന്നു. പല അഭിഭാഷകരെ മാറ്റി പരീക്ഷിക്കേണ്ടി വന്നു. എന്നിട്ടും രാഹുൽ ഈശ്വർ ജയിലിന് പുറത്തിറങ്ങുന്നത് എന്നാണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. അതേസമയം നാളെ ജാമ്യം കിട്ടിയാൽ 2 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞെന്ന് വരാം. വല്ലാത്തൊരു ഗതികേടാണ് രാഹുൽ ഈശ്വറിനെ കാത്തിരിക്കുന്നത്. നാളെ നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വരുമ്പോൾ ദിലീപ് ജയിക്കുമെന്നും ദിലീപിന് വേണ്ടി താൻ രാവിലെ മുതൽ ചാനൽ ചർച്ചയിൽ ഉണ്ടാവുമെന്നും പലരോടും പറഞ്ഞു നടന്നിരുന്ന, ചാനലുകളിൽ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്ന രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനിയെങ്കിലും രാഹുൽ ഈശ്വർ നന്നാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ നാട്ടുകാർ.